45 ലിറ്റർ മാത്രം ശേഷിയുള്ള കാറിന്റെ ഇന്ധന ടാങ്കിൽ 52 ലിറ്റർ പെട്രോൾ അടിച്ചതായി കാണിച്ച് ബില്ല് നൽകിയ പമ്പ് ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവാവ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഇത്തരത്തിൽ ഉപഭോക്താവിനെ അമ്പരപ്പിച്ച ഈ ഒരു വിചിത്ര സംഭവം ഉണ്ടായത്. തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ യുവാവ് നൽകിയ പരാതിയിൽ ജില്ലാ ഭരണകൂടം ഈ പമ്പിനെതിരെ കർശനമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പുത്തൻ വോക്സ്വാഗൺ വിർട്ടസ് കാറുമായി ഇന്ധനം നിറയ്ക്കാനെത്തിയ ചരൺ സിംഗ് എന്നയാൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. കാറിന്റെ ഇന്ധന സൂചികയിൽ പെട്രോൾ തീരാറായതായി കണ്ടതിനെ തുടർന്നാണ് ചരൺ സിംഗ് പമ്പിൽ കയറിയത്. തുടക്കത്തിൽ പമ്പ് ജീവനക്കാർ ഏകദേശം 41 ലിറ്റർ ഇന്ധനം കാറിൽ നിറച്ചു. എന്നാൽ ഈ സമയത്ത് അവർ പെട്ടെന്ന് പെട്രോൾ അടിക്കുന്നത് നിർത്തിയപ്പോൾ ചരൺ സിംഗ് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നു. വലിയ അളവിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ അത് 2 ഘട്ടങ്ങളായി മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നായിരുന്നു ജീവനക്കാർ നൽകിയ മറുപടി. ഇതിനുശേഷം അവർ വീണ്ടും മെഷീൻ റീസെറ്റ് ചെയ്യാതെ പെട്രോൾ അടിക്കാൻ തുടങ്ങി. എന്നാൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞതിനു ശേഷം ജീവനക്കാർ നൽകിയ ഫൈനൽ ബില്ല് കണ്ട് ചരൺ സിംഗ് ഞെട്ടിപ്പോയി. ആകെ 52 ലിറ്റർ പെട്രോൾ അടിച്ചതായാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഒരു കാരണവശാലും 45 ലിറ്ററിലധികം ഇന്ധനം കൊള്ളാത്ത ഒരു ടാങ്കിൽ ഇത്രയും അധികം പെട്രോൾ നിറയ്ക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി ചരൺ സിംഗ് പമ്പ് ജീവനക്കാരുമായി ഉടൻ തന്നെ തർക്കത്തിലേർപ്പെട്ടു. ഇതൊരു ആസൂത്രിത തട്ടിപ്പാണെന്ന് ശക്തമായി സംശയിച്ച ചരൺ സിംഗ് ഒട്ടും സമയം കളയാതെ വോക്സ്വാഗൺ കാർ നിർമ്മാണ കമ്പനിയുടെ ഒരു സാങ്കേതിക പ്രതിനിധിയെ നേരിട്ട് പമ്പിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പമ്പിലെത്തിയ കമ്പനി ഉദ്യോഗസ്ഥൻ ഈ നിർദ്ദിഷ്ട വാഹനത്തിന്റെ ടാങ്ക് ശേഷി ഒരു സാഹചര്യത്തിലും 45 ലിറ്ററിൽ കൂടില്ലെന്ന് രേഖാമൂലം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കൃത്യമായ സാങ്കേതിക തെളിവുകൾ കമ്പനി അധികൃതർ തന്നെ മുന്നിൽ വെച്ചതോടെ പമ്പ് ജീവനക്കാർക്കും ഉടമകൾക്കും വ്യക്തമായ മറുപടി നൽകാനും സാധിച്ചില്ല. ഇതോടെ പമ്പിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. പ്രാദേശിക അളവ് തൂക്ക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പമ്പുടമകൾ ഈ വ്യവസ്ഥാപിത തട്ടിപ്പ് സംഘം നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ചരൺ സിംഗ് പോലീസിലും ജില്ലാ ഭരണകൂടത്തിലും ഔദ്യോഗികമായി പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്രോൾ പമ്പിലെ മെഷീനുകളിൽ റീഡിംഗ് മാറ്റാൻ എന്തെങ്കിലും തരത്തിലുള്ള ചിപ്പുകളോ മറ്റ് സാങ്കേതിക കൃത്രിമങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ ഭരണകൂടം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കർശനമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ ടാങ്കിൽ 52 ലിറ്റർ കൊള്ളുമെന്ന് പറഞ്ഞ് തന്നെ ഈ പെട്രോൾ പമ്പുടമകൾ തർക്കിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം കാറിന്റെ ഒരു സാങ്കേതിക പ്രതിനിധിയെ നേരിട്ട് പമ്പിലേക്ക് വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചത്. എന്നിട്ടും ഈ പ്രശ്നം ഒതുക്കാതെ അവർ തട്ടിക്കയറുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യുവാവ് പരാതി നൽകാൻ തീരുമാനിച്ചതും. അതേസമയം ഈ ഒരു പമ്പിൽ നേരത്തെയും ഇതുപോലെ തട്ടിപ്പുകൾ നടത്തിയിരുന്നോ എന്ന കാര്യത്തിലടക്കം ഇനി അന്വേഷണം വേണ്ടിവരും. എന്തായാലും ഇവിടെയുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.